നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. വരനെ കണ്ടെത്തി വിവാഹം ചെയ്ത് മുങ്ങുന്ന യുവതി അറസ്റ്റിൽ. വിവാഹം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന യുവതിയെ ആരനാട് പോലീസ് പിടികൂടി. ആരനാട് പഞ്ചായത്ത് അംഗത്തെ വിവാഹം ചെയ്യാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഇവർ പിടിയിലാകുന്നത്. മാട്രിമോണിയയിൽ വിവാഹ പരസ്യം നൽകിയാണ് വിവാഹ തട്ടിപ്പ്. വിവിധ ജില്ലകളിലായി നിരവധി പേരെ വിവാഹം കഴിച്ച ശേഷം മുങ്ങിയ യുവതിയാണ് രേഷ്മ. കോട്ടയം കാഞ്ഞിരമറ്റ സ്വദേശിയും 2 വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ 35 വയസ്സുള്ള രേഷ്മയാണ് അടുത്ത വിവാഹത്തിന് മുമ്പ് കുടുങ്ങിയത്. പ്രതിശ്രുത വരനായ പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡ് അംഗവും ഭാര്യയും ചേർന്നാണ് തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. വിവാഹത്തിനായി ഒരുക്കിയ ഓഡിറ്റോറിയത്തിൽ പോകാൻ നിന്ന രേഷ്മയെ ആരനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 45 ദിവസം മുമ്പ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ബാഗിൽ നിന്ന് കണ്ടെടുത്തതിനെ തുടർന്നാണ് കബളിപ്പിച്ചതായി പഞ്ചായത്ത് അംഗവും ബന്ധുക്കളും മനസ്സിലാക്കിയത്. മറ്റ് വിവാഹം കഴിച്ച രേഖകളും കണ്ടെത്തി. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് 29-നാണ് ആദ്യ കോൾ വന്നത്. യുവതിയുടെ അമ്മയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ സ്ത്രീ മകൾ ജൂലൈ 5-ന് യൂണിവേഴ്സിറ്റിയിൽ ഒരു ആവശ്യത്തിനായി വരുന്നുണ്ടെന്ന് പറഞ്ഞതോടെ യുവാവ് വിവാഹം തീരുമാനിച്ച് ഒരുക്കങ്ങൾ തുടങ്ങി. തുടർന്ന് 5-ന് വൈകിട്ട് സുഹൃത്ത് വെമ്പായത്തിൽ കൊണ്ടുവിട്ടു. അമ്മയ്ക്ക് വിവാഹത്തിന് തടസ്സമുണ്ടെന്ന് പറഞ്ഞ രേഷ്മയെ കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് യുവാവ് ഉറപ്പു നൽകി. യുവതി പറഞ്ഞതോടെ യുവാവ് വിവാഹ തീരുമാനങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങുകയായിരുന്നു. ഇന്നലെയാണ് കല്യാണം നടത്താനിരുന്നത്. 5-ാം തീയതി രേഷ്മയെ യുവാവ് വിളിച്ചു കൊണ്ടുവരികയും ഉടമലക്കിലുള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു. വിവാഹ ദിവസം കുളിമുറിയിൽ കുളിക്കാൻ പോയ ശേഷം ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞ് പാർലറിൽ പോവുകയും ഉണ്ടായി. വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതായി കണ്ടെത്തിയില്ല. തുടർന്ന് സംശയം തോന്നിയ വാർഡ് മെമ്പറുടെ ഭാര്യ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റ് കണ്ടെത്തി. തുടർന്ന് പോലീസിനെ അറിയിച്ചു. തന്ത്രപൂർവ്വം CA അജീഷും SI വേണുവും വനിതാ ഉദ്യോഗസ്ഥനും ചേർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ 7 വിവാഹം കഴിഞ്ഞതായാണ് വിവരം. മറ്റൊരു വിവാഹത്തിലാണ് കുട്ടിയുള്ളത്. തനിക്ക് മറ്റൊരു ബന്ധുവോ വിവാഹമോ നടന്നിട്ടില്ലെന്ന് പറഞ്ഞാണ് വിവാഹം നടത്തുന്നത്. വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം മുങ്ങുകയാണ് പതിവ് രീതി. അമ്മയുടെ എന്ന് കരുതുന്ന ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ രേഷ്മയാണ് നമ്പർ ഉപയോഗിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തി.